ബേക്കിംഗ് ക്ലാസ്സിൻ്റെ 10ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ ഒരു ടയർ കേക്ക് എങ്ങനെയാണ് കറക്റ്റായിട്ട് അസംബിൾ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്ന ആ 2 ചോക്ലേറ്റ് കേക്കാണ് എടുത്തിട്ടുള്ളത്. 8 ഇഞ്ചിൻ്റെയും ഒരു 7 ഇഞ്ചിൻ്റെയും. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ അടിയിൽ വെക്കുന്ന കേക്ക് ഏതാണോ അത് നമ്മൾ ആദ്യം മുഴുവനായിട്ടും തന്നെ ഐസിങ് ചെയ്തെടുക്കണം. അതിൻ്റെ പുറമെ ഉള്ളിലൊക്കെ ഐസിങ് ചെയ്ത് ഫിനിഷാക്കി വെക്കുക. എന്നിട്ട് അത് നമുക്ക് ക്രീമൊക്കെ വെച്ചിട്ടുള്ള കേക്കാണെങ്കിൽ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് രണ്ടാമത്തെ കേക്ക് എടുത്തിട്ട് ഇതുപോലെ ഐസിങ് ചെയ്തെടുക്കുക. നമ്മൾ ബേസ് വെക്കാതെയാണ് ഐസിങ് ചെയ്തെടുത്തിട്ടുള്ളത്. കട്ട് ചെയ്ത് സെൻറ്ററിൽ മാത്രം ക്രീം സ്പ്രെഡ് ചെയ്ത് വെച്ചതാണ്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലാണ് ഇതിൻ്റെ ബേസ് വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വെക്കുന്ന ബേസ് ഈ കേക്കിനെക്കാട്ടിലും ചെറുതായിരിക്കണം. അപ്പോൾ ഞാൻ ഈ വെച്ചിട്ടുള്ള ബേസ് ഇതിൻ്റെ പുറത്ത് നിൽക്കുന്നതാണ്. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ റൗണ്ടിൽ സൈഡ് കട്ട് ചെയ്ത് ഒരു 1/2 ഇഞ്ച് വലുപ്പത്തിൽ, അപ്പോൾ നമ്മൾ കേക്കിൻ്റെ നടുക്കായിട്ട് വരണം. പുറത്തേക്ക് നിൽക്കുന്നത് ബേസ് ആവരുത്, കേക്കായിരിക്കണം. ആ രീതിയിൽ നമ്മൾ ഈ ബേസിനെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കേക്കിൻ്റെ മുകളിൽ നിങ്ങൾ ബേസ് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര കട്ട് ചെയ്യണം, എന്നാലാണ് ആ കേക്ക് പുറത്തേക്കും ബേസ് ഉള്ളിലേക്കും ആയിട്ട് വരിക. ഇതുപോലെ ഇരിക്കണം നമ്മൾ കട്ട് ചെയ്തെടുത്താൽ. കേക്കായിരിക്കണം ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നത്, ബേസ് ഉള്ളിലായിട്ട് നിൽക്കണം. ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ ബേസിൻ്റെ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, അതിലൊരു ഹോളും ഇട്ട് കൊടുക്കണം. അതെന്നോട് ചെയ്യാൻ മറന്നു പോയതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് മറന്നു പോകരുത്, കഥ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളത് അതിൻ്റെ മുകളിൽ വെക്കുന്നതിന് മുൻപ് നമ്മൾ ഫസ്റ്റ് കേക്കിൻ്റെ ലെയറിൻ്റെ മുകളിൽ ഈ ബേസ് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എൻഡായിട്ട് വരുന്ന ഭാഗം ഉണ്ടല്ലോ സൈഡ്, അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കതിൻ്റെ ആ ഒരു മാർക്ക് കേക്കിൻ്റെ മുകളിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാലേ നമുക്ക് എവിടെയാണ് നമ്മൾ ഇതിനുള്ള സ്റ്റാൻഡ് വെച്ച് കൊടുക്കേണ്ടത് എന്നുള്ളത് കറക്റ്റ് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ ആ റൗണ്ട് നമ്മളിതിൽ മാർക്കാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ മാർക്ക് ചെയ്തതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇതിലേക്കുള്ള സ്റ്റാൻഡ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ബേസ് നമ്മൾക്ക് ഇനി അടുത്ത കേക്കിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് തല തിരിച്ച് കൊടുക്കുക. അപ്പോൾ കേക്ക് അടിയിലേക്കായി വന്ന ബേസ്. ഇനി നമുക്ക് ഇത് മുഴുവനായിട്ട് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ബേസ് ഇതിൻ്റെ അടിയിലുണ്ട്. ഇനി നമ്മളിത് ഇങ്ങനെ തന്നെ ഐസിങ് ചെയ്യാം. സാധാരണ നിങ്ങൾ ഐസിങ് ചെയ്യുന്നത് പോലെ ചെയ്യുക. അതൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല, എങ്ങനെയാണ് അസംബിൾ ചെയ്യേണ്ടതെന്ന് മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ ഐസിങ്ങിൻ്റെ വീഡിയോ അല്ല ഇത്, അതുകൊണ്ടാണ് ഞാനത് അത്ര കറക്റ്റായിട്ട് കാണിക്കാതിരുന്നത്. പെർഫെക്റ്റായിട്ട് ക്ലീനായിട്ട് തന്നെ ചെയ്യുക. ഈ സെക്കൻഡ് ലെയർ, ഫസ്റ്റ് ലെയറിൽ ഉള്ള ഡെക്കറേഷൻസൊക്കെ നമുക്ക് ലാസ്റ്റിൽ ചെയ്തെടുക്കാം. ഐസിങ് മാത്രം ചെയ്താൽ മതി. പക്ഷേ സെക്കൻഡ് ലെയർ ഇപ്പോൾ 3 ലെയറോ 4 ലെയറോ ഒക്കെ ഉള്ള കേക്കാണ് ചെയ്യുന്നതെങ്കിൽ ബേസ് അല്ലാത്ത ബാക്കിയുള്ള ലെയറിൻ്റെ ഒക്കെ എല്ലാ ഫിനിഷിങ് വർക്കുകളും നിങ്ങൾ ചെയ്തതിന് ശേഷമാണ് നിങ്ങളത് ടയർ കേക്കായിട്ട് അസംബിൾ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഐസിങ് ചെയ്യുക. എന്നിട്ട് അതിലെന്തെങ്കിലും ഡെക്കറേഷനൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ സെൻറ്ററിൽ ചെയ്യരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മുകളിൽ വരുന്ന ലെയറിന് മാത്രം സെൻറ്ററിൽ ചെയ്യുക. അതല്ലാത്തതിന് സൈഡിലൊക്കെ ചെയ്യാനുള്ളതുണ്ടെങ്കിൽ ഒക്കെ ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ നല്ല ഫിനിഷാക്കി എടുക്കുക. ഇനി നമുക്ക് ഇതൊരു 5 മിനിറ്റ്, ഇത് വിപ്പിംഗ് ക്രീം ആയതുകൊണ്ട് ഞാനൊരു 5 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. അതിന് മുൻപ് കുറച്ച് ഞാനിപ്പോൾ ഒരു ഡാർക്ക് ചോക്ലേറ്റ് കുറച്ചൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അത് ഇതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ 2 ടയർ കേക്കാണ് ഞാനിപ്പോൾ ചെയ്തെടുക്കുന്നത്. അത് നമ്മൾ ഏത് കേക്കിലും ചെയ്തെടുക്കാം, അതുകൊണ്ടാണ് ഞാനത് പ്രത്യേകിച്ച് എടുത്ത് പറയാതിരുന്നത്. അപ്പോൾ അത് ഞാൻ ആ ചോക്ലേറ്റ്സ് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള സ്റ്റാൻഡാണിത്. ഇതിപ്പോൾ വിൽട്ടൻ്റെ വുഡൻ സ്റ്റിക്കാണ്. ഇത് നമുക്ക് സ്റ്റാൻഡായിട്ട് ഇങ്ങനെ ടയർ കേക്കിന് വെക്കുന്ന സ്റ്റാൻഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരും കടയിൽ നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. ഇതൊരു 12 എണ്ണം വരുന്ന ഒരു പീസിൻ്റെ സെറ്റാണ്. അപ്പോൾ അതിന് വരുന്നത് 120 രൂപയോ മറ്റാണ്. അപ്പോൾ നമ്മളത് ഇതുപോലെ കേക്കിൽ കുത്തിയെടുക്കുക. എന്നിട്ട് എവിടെയാണോ അതിൻ്റെ എൻഡ് വരുന്നത് അവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇപ്പോൾ 2 ലെയറുള്ള കേക്കോ അല്ലെങ്കിൽ നിങ്ങൾ 3 ലെയറുള്ള കേക്കാണ് ചെയ്യുന്നതെങ്കിൽ 4 പീസ് ഇതുപോലെ മുറിച്ചെടുക്കുക.
എന്നിട്ട് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ 4 ഭാഗത്ത് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ 2 ലെയർ ഉള്ളതായതുകൊണ്ട് 3 എണ്ണേ വെക്കുന്നുള്ളൂ. 2ൽ കൂടുതലുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും 4ഓ 5ഓ ഒക്കെ വെച്ച് കൊടുക്കണം. എന്നാൽ താങ്ങി അത് അതിൻ്റെ വെയിറ്റിനനുസരിച്ച് താങ്ങി നിർത്തണം എന്നുണ്ടെങ്കിൽ കൂടുതൽ നമ്മൾ വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ലെയർ ഇതിൻ്റെ മുകളിൽ വെക്കുന്നുള്ളൂ. അതുകൊണ്ട് ട്രയാങ്കിൾ ഷേപ്പിൽ 3 പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഐസിങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സെക്കൻഡ് കേക്ക് ഇതിൻ്റെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം. കുറച്ച് സൈഡിലൊക്കെ ഉള്ളതൊക്കെ കുറച്ചൊക്കെ പോവും, അത് സാരമില്ല. അത് നമ്മൾ ലാസ്റ്റ് ഫില്ല് ചെയ്തിട്ട് അതിന് ഒരു ബോർഡർ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഈ സെക്കൻഡ് കേക്കിൻ്റെ അടിയിൽ വെച്ച ബേസിൻ്റെ സെൻറ്ററിൽ ഹോളിടാൻ മറക്കരുത്. അപ്പോൾ ഞാനിത് വെച്ച് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലൊക്കെ ജസ്റ്റ് ഫിനിഷിങ് വർക്കുകൾ ചെയ്ത് കൊടുക്കേണ്ടതുണ്ടാവും, അത് ചെയ്ത് കൊടുക്കുക. റൊട്ടേറ്റിംഗ് ടേബിളിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. കുറച്ച് നമ്മളെങ്ങനെ നമ്മളെ കയ്യിലും അതുപോലെ തന്നെ ആ ഓഫ് സൈഡ് സ്പാച്ചുലേൻ്റെ മുകളിലൊക്കെ തട്ടിയിട്ട് കുറച്ച് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും. കാരണം ഫൊണ്ടൻ കേക്ക് ആണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മളിതിപ്പം പ്രത്യേകിച്ച് വിപ്പിംഗ് ക്രീം ആകുമ്പോൾ എന്തായാലും നല്ലോണം അതിൽ കുറച്ചൊന്ന് തടഞ്ഞു പോരും. അപ്പോൾ അത് ഇനി നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാനുള്ള സ്റ്റിക്കാണിത്. അപ്പോൾ അത് നമ്മൾ ആ കേക്കിൻ്റെ സൈഡിൽ വെച്ച് അതിൻ്റെ ഹൈറ്റ് നോക്കുക. എന്നിട്ട് ആ ഹൈറ്റിനെക്കാട്ടിലും 1 ഇഞ്ച് കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ കേക്കിൻ്റെ നടുക്കിലൂടെ നമ്മൾ ഏറ്റവും മുകളിലുള്ള കേക്ക് ഏതാണോ അതിൻ്റെ സെൻറ്ററിലൂടെ ഇതുപോലെ താഴ്ത്തി കൊടുക്കുക. ഇപ്പോൾ എനിക്കിത് താഴ്ത്തിയെടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ സെൻറ്ററിൽ ഹോൾ ഇടാനും മറന്നു പോയതാണ്. അപ്പോൾ ഇത് താഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഇഞ്ച് ഡിഫറൻസിലാണല്ലോ നമ്മൾ താഴ്ത്തുന്നത്. അപ്പോൾ ഒരു ഹോൾ ഇങ്ങനെ വരും. ഞാനിപ്പോൾ അത് ഊരെടുത്തിട്ടാണ് ഹോൾ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത്. നമ്മളത് പ്രസ് ചെയ്ത് താഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഹോൾ ഉണ്ടാവും. അപ്പോൾ ആ ഹോൾ ഇതുപോലെ ക്രീം വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഫിനിഷാക്കി എടുക്കാം. അപ്പോൾ ഇതിൻ്റെ 3 സൈഡിലും നമുക്ക് ബേസ് കൊടുത്തപ്പോൾ അതുപോലെ തന്നെ സെൻറ്ററിലും കൊടുത്തു. അപ്പോൾ ഇനി കേക്ക് നമ്മളൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചേർച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും മറിഞ്ഞു വീഴത്തില്ല. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള വർക്കുകളൊക്കെ അതിന് ശേഷം നമുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു പ്രോസസ്സെല്ലാം നമ്മളിതിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് അത് നമ്മൾ ഓപ്ഷണലായിട്ട് ആയതുകൊണ്ട് അത് മുഴുവനായിട്ടും അതിൻ്റെ ഡെക്കറേഷൻ കാര്യങ്ങൾ ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെടുക്കുന്ന ബേസായിട്ട് വെക്കുന്ന കേക്ക് ഏതാണോ അത് ആദ്യമേ തന്നെ ഫിനിഷാക്കി വെക്കുക. ഏത് കേക്കായാലും ഫൊണ്ടൻ്റ് ആയാലും അതല്ല ബട്ടർ ക്രീം ആയാലും വിപ്പിംഗ് ക്രീം ആയാലും ഒക്കെ അത് കറക്റ്റായിട്ട് അതിൻ്റെ ഫിനിഷിങ് ചെയ്തെടുക്കുക. അതിന് ശേഷം സെക്കൻഡ് കേക്ക് അതിന് കട്ട് ചെയ്തിട്ട് ഇടയിൽ മാത്രം ഐസിങ് ചെയ്തെടുക്കുക, ലെയറായിട്ട് വെച്ച് വെക്കുക. എന്നിട്ട് അതിനേക്കാളും ചെറിയ ബേസ് മുറിച്ചെടുക്കുക. എന്നിട്ട് ആ ബേസിൻ്റെ അടയാളം നമ്മളെ കേക്കിൽ അടിയിൽ വരുന്ന കേക്കിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ബേസിൻ്റെ സെൻറ്ററിൽ ഒരു ഹോളും വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മളെ കേക്കിൽ അത് ആ ബേസ് വെച്ചിട്ട് സെക്കൻഡ് കേക്കിൽ ആ ബേസ് വെച്ചിട്ട് കേക്കിനെ ഐസിങ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് ലിഫ്റ്റ് ചെയ്ത് ഫസ്റ്റ് കേക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ഉള്ളതൊന്ന് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് വർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പിന്നെ ബാക്കിയുള്ള എല്ലാ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ വെക്കുന്ന ആ അടിയിൽ വെക്കുന്ന കേക്കിൽ നമ്മൾ വെക്കുന്ന സ്റ്റാൻഡിൻ്റെ എണ്ണം നമ്മൾ എത്ര ലെയർ വെക്കുന്നുണ്ടോ അതിനനുസരിച്ച് കൂട്ടി കൊടുക്കണം. ഇപ്പോൾ ഒരു 4 ലെയറൊക്കെ ഉള്ള കേക്കാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു 5ഓ 6ഓ സ്റ്റാൻഡ് നമ്മൾ അല്ലെങ്കിൽ വുഡൻ സ്റ്റിക്ക് നമ്മൾ അതിനടിയിൽ വെച്ച് കൊടുക്കണം ഫസ്റ്റ് കേക്കിൽ. പിന്നെ വരുന്നതിൽ ഒരു 3 4 വെച്ച് കൊടുക്കുക. പിന്നെ രണ്ടാമത്തേൽ ഒരു 3 എണ്ണം വെച്ച് കൊടുക്കുക. പിന്നെ സെൻറ്ററിലൂടെ എല്ലാത്തിനും ഹോളിട്ട് കൊടുത്തിട്ട് സെൻറ്ററിലൂടെ ഒരു സ്റ്റിക്ക് നേരെ താഴേക്ക് ഇറക്കി കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടെ ഒറ്റ സ്റ്റിക്കിൽ അവിടെ റെഡി ആയിട്ട് നിൽക്കുകയും ചെയ്യും. എല്ലാത്തിനും ബേസും ഉണ്ടാവും. അപ്പോൾ ഇളകി വീഴയില്ല, ഒന്ന് താഴ്ന്നു പോകും, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരികയില്ല. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇത് പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് കാണിക്കാത്തത് ഞാൻ 8ഉം 7ഉം ഉപയോഗിച്ചത് കൊണ്ടാണ്. 8ഉം 6ഉം ആയിരുന്നെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരിത് മനസ്സിലാവുമായിരുന്നു. അപ്പോൾ സെൻറ്ററിൽ ഹോൾ ഇടാൻ മറന്നു പോകരുത്. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.